ബംഗ്ലാദേശിലെ നിലവിലെ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ചൈനയിൽ ചെന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ആ പ്രസ്താവന എന്ന് നോക്കാം. 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് കരയാൽ ചുറ്റപ്പെട്ടതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏക രക്ഷകൻ എന്ന് പറയുന്നത്, ഏക സംരക്ഷകൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് സർക്കാരാണെന്നാണ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നു. നേരത്തെ തീസ്ത നദിയുമായി ബന്ധപ്പെട്ടുള്ള കരാറ് അത് ഞങ്ങൾ ചൈനയ്ക്ക് നൽകാമെന്ന് ബംഗ്ലാദേശ് പറഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ബംഗ്ലാദേശ് ഉപദേഷ്ടാവായിട്ടുള്ള യൂനിസുമായിട്ടുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയിരുന്നു. ഇപ്പോഴിതാ മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരേൻ സിംഗ് ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഈ പ്രസ്താവനയ്ക്ക് എതിരെ എത്തിയിരിക്കുന്നത്. യൂനിസിൻ്റെ അഭിപ്രായങ്ങളെ കുറ്റകരമായത് എന്നാണ് ശർമ്മ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 7 സഹോദര സംസ്ഥാനങ്ങളെയും കരയാൽ ചുറ്റപ്പെട്ടതാണെന്നും സമുദ്രപ്രവേശനത്തിൻ്റെ സംരക്ഷകനായി ബംഗ്ലാദേശിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ MD യൂനിസിൻ്റെ പ്രസ്താവന കുറ്റകരവും ശക്തമായി അപലപനീയവുമാണ് എന്നാണ് ശർമ്മ എക്സ് പോസ്റ്റിൽ പറഞ്ഞത്. ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് യൂനിസ് 4 ദിവസത്തെ ചൈന സന്ദർശന വേളയിലാണ് ഈ വിടുവായത്തം പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഇത് എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ ചൈനയിൽ ഇങ്ങനൊരു പ്രസ്താവന യൂനിസ് ഇറക്കിയത് ചൈനയെ സുഖിപ്പിക്കാനായിരുന്നു. ഉടനെ തന്നെ മ്യാൻമറിൽ ചൈനയ്ക്കുള്ള ഹോൾഡ് നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചൈനയ്ക്കെതിരെ മ്യാൻമറിൽ അവിടെയുള്ള ക്രിസ്ത്യൻ ആർമി സംഘടനത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബംഗ്ലാദേശിനെതിരെ അരക്കൻ ആർമിയും മ്യാൻമറിനെതിരെ ചൈനയിൽ ക്രിസ്ത്യൻ ആർമി സംഘടനത്തിന് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇത് കാരണമായിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിനെ ഇനി ഏത് തരത്തിൽ നേരിടും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇതുവരെ ബംഗ്ലാദേശിനോട് നമ്മുടെ രാജ്യത്തിന് ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. ഇനി ആ സഹാനുഭൂതി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.